വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. തീർത്തും രാവും പകലും ഒറ്റപ്പെട്ട അവസ്ഥയാണ്. സമൂഹത്തിൽ ആർക്കും അറിഞ്ഞൂടെ എനിക്ക് ഇങ്ങനെ ക്യാൻസർ ഉണ്ടായിരുന്നു. പിന്നെ അയൽവക്കക്കാർക്ക് അപ്പുറം ഉള്ളവർക്ക് പോലും അറിഞ്ഞുകൂടായിരുന്നു. നമ്മൾ 3 പേര് മൂന്നല്ല ഇക്കായും കൂടെ കൂട്ടി 4 പേരും കൂടെ നല്ല സന്തോഷത്തോടെ തന്നെ കഴിഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ യൂസഫ് സ്റ്റോറീസ് എന്ന വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ പറയുന്നത് ഇന്ന് നടക്കുന്ന ഓരോ ട്രെൻഡുകളെ കുറിച്ചാണ്. ഇപ്പോൾ അഫാൻ്റെ ഉമ്മ സെമി എന്ന് പറയുന്ന ആ സ്ത്രീ നമ്മുടെ ഒരു സഹോദരിയാണ്, അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു ഉമ്മ എങ്ങനെ ആവരുത് എന്ന് ഈ ലോകത്തിന് മുമ്പിൽ തെളിയിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ സെമി എന്ന് പറയുന്ന അഫാൻ്റെ ഉമ്മ ഒരു യൂട്യൂബറുമായിട്ടുള്ള അഭിമുഖത്തിലാണിത് പറയുന്നത്. ഈർക്കിൽ പോലും എടുത്ത് ഞാൻ അവനെ അടിച്ചിട്ടില്ല. അവന് നഖം വെട്ടി കൊടുക്കുമായിരുന്നു, അവന് ചോറ് വാരി കൊടുക്കുമായിരുന്നു. 2 മക്കളെയും തലേദിവസം ചോറ് ഒരു മാറി കൊടുത്താണ് ഞാൻ അവരെ കിടത്തിയത്. നഖം വെട്ടാൻ അറിഞ്ഞുകൂടെ, അവന് നഖം വെട്ടാൻ പറ്റൂല, പെരുപ്പാണ് കൈയും ദേഹമൊക്കെ പെരുക്കും. അതുകൊണ്ട് ഞാനാണ് അവന് നഖം പോലും വെട്ടി കൊടുക്കണം. അത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നാണ് നിങ്ങൾ എല്ലാവരും. നമ്മൾ 3 പേര് മൂന്നല്ല ഇക്കായും കൂടെ കൂട്ടി 4 പേരും കൂടെ നല്ല സന്തോഷത്തോടെ തന്നെ കഴിഞ്ഞത്. ഇത്രയും കാരണം യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് മാത്രമല്ല, ആ യൂട്യൂബറുമായിട്ടുള്ള അഭിമുഖത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഈ സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് ഈ യൂട്യൂബർ ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നും. ഈ സെമി കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷേ അത് ഇന്നത് തന്നെ അല്ലേ എന്ന് നമ്മൾ സാധാരണ പഠിക്കുന്ന ചെറിയ വിദ്യാർത്ഥികൾക്ക് അധ്യാപകൻ എങ്ങനെയാണോ വാക്കുകൾ പൂരിപ്പിക്കുന്നത് എന്നതുപോലെയാണ് യഥാർത്ഥത്തിൽ ഈ യൂട്യൂബർ സെമിയുടെ വാക്കുകൾ, അഥവാ സെമിയുടെ ചിന്തയിലും സെമിയുടെ വാക്കുകളിലും ഒന്നും ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ ഈ യൂട്യൂബർ ഇങ്ങോട്ട് പുറത്തേക്ക് പകുതിയിലേറെ ചേർത്തിട്ട് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. മാത്രമല്ല, ഞാൻ പറയുമ്പോൾ ഒരു വിശ്വാസി അഥവാ ഒരു മുസ്ലിമായിട്ടുള്ള ഒരു സ്ത്രീ ഒരു ഹിജാബ് പോലും ഇല്ലാതെയാണ് യഥാർത്ഥത്തിൽ ആ ഒരു അന്യ സ്ത്രീ ആ പുരുഷനുമായിട്ട്, ആ പുരുഷൻ സ്വന്തക്കാരനൊന്നുമല്ല, ഒരു അന്യനാണ്. ആ അന്യനായ ആ പുരുഷനോട് ആ സ്ത്രീ വളരെ തൊട്ടുറുമ്മി തൻ്റെ ഹിജാബ് പോലും ഇടാതെ ഒരു മറയെങ്കിലും, ഞാൻ പറയുന്നത് മുഖമൊന്നും മറക്കാനല്ല, മറിച്ച് തൻ്റെ മറ്റു പുരുഷൻ കാണിക്കപ്പെടാത്ത, കാണാൻ പാടില്ലാത്തത് എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന അതാണ്. ആ ഒരു ഭാഗങ്ങളൊക്കെ പരസ്യമായിട്ട് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ആ അഭിമുഖം തന്നെ നടക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതാണ് ആ യൂട്യൂബർ ഈ സ്ത്രീയെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഈ സ്ത്രീ പറയുന്നതൊക്കെ നുണയാണെന്ന്, ഈ സ്ത്രീ പറയുന്നതൊക്കെ എന്താ പറയുക, വെറും. ആ സ്ത്രീ ആദ്യം പറയുന്നുണ്ട് എന്തെന്ന്, ഞാൻ ഇപ്പോൾ വൃദ്ധസദനത്തിൽ ഏതോ ഒരു സ്നേഹ സദനത്തിലോ അങ്ങനെ എന്തോ ആണ് താമസിക്കുന്നത്. ആ സ്നേഹസദനത്തിൽ സ്വാഭാവികമായിട്ടും ആ സ്ത്രീ പറയുന്ന വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. എന്നെ ആരും വന്നു കാണുന്നില്ല, ആരും എന്നെ, കാരണം ഈ പറയുന്ന വൃദ്ധസദനം പോലെയുള്ള ഈ സ്നേഹ സദനത്തിൽ പോയിട്ട് കാണുന്നതിൽ ഒരു വിലക്കുമില്ല. കാണാം, തീർച്ചയായിട്ടും അവർക്ക് പകർച്ചവ്യാധികളൊന്നുമില്ല, അവർക്ക് എന്തോ ഒരു മാരകമായ ക്യാൻസർ പോലെയുള്ള എന്തോ ഒരു അസുഖത്തിന് അവർ ചികിത്സിക്കുന്നുണ്ട്. അത് പണ്ടേ ആ ചികിത്സ ഉള്ളതാണ്. അതല്ലാതെ പകരുന്ന ഒരു ഇൻഫെക്ഷൻ വരുന്ന രീതിയിലുള്ള രോഗങ്ങളൊന്നും തന്നെ ഈ അഫാൻ്റെ ഉമ്മക്കില്ല. എന്നിട്ട് പോലും എന്നെ കാണാൻ ആരും വരുന്നില്ല. എന്താ കാരണം? വെറുതെ കാണാൻ വരാതിരിക്കുന്നതല്ലല്ലോ. ഇപ്പം നമ്മളൊക്കെ നമ്മുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു ചെറിയ പരിചയമുള്ള ആൾ പോലും ഇത്രയും ഭീകരമായ ഒരു പ്രശ്നത്തെ അതിജീവിച്ച് പ്രയാസത്തിൽപ്പെട്ട് ആ രോഗമൊക്കെ ഏകദേശം ശമനമായി ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ആശ്രിതരുടെ അടുക്കലാണ് എത്തിയിട്ടുള്ളത്. അവിടെ ആർക്കും യാതൊരു വിലക്കും ഇല്ലാതെ തന്നെ ചെന്ന് കാണാവുന്നതും കുശലങ്ങൾ അന്വേഷിക്കാവുന്നതും ഒക്കെയാണ്. ഇപ്പോൾ ഈ പറയുന്ന യൂട്യൂബർ ചെല്ലുന്നില്ലേ, പക്ഷേ അവർ പറയുന്നു എൻ്റെ അടുക്കൽ ആരും വരുന്നില്ല. എന്താ കാരണം? കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് ഒരു പാവപ്പെട്ട മനുഷ്യൻ പ്രവാസിയായിട്ട് ആ സൗദി അറേബ്യയിൽ ഇരുന്ന് തൻ്റെ 2 മക്കളെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ ഈ ഉമ്മയെയാണ് ഏൽപ്പിച്ചിരുന്നത്. ആ ഉമ്മയാവട്ടെ ആ കുടുംബത്തെ നിയന്ത്രിക്കേണ്ട. ബാപ്പ അവിടുന്ന് പണം അയച്ചു കൊടുക്കാൻ മാത്രമേ ബാപ്പാക്ക് കഴിയൂ. ബാപ്പ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഒട്ടനേകം പ്രവാസികളുടെയും അവസ്ഥ അത് തന്നെയാണ്. ഭാര്യമാരെ കൊണ്ടുപോകാത്ത ഒട്ടനേകം പ്രവാസികൾ തൻ്റെ കുടുംബത്തിൽ ചെറിയ ശമ്പളമോ ചെറിയ ബുദ്ധിമുട്ടോ ഒക്കെ തീർക്കുന്നതിന് വേണ്ടി വർഷങ്ങളോളം നാട്ടിലെത്താതെ ആ മരുപ്രദേശത്ത്
നോക്കണം, വിയർപ്പൊഴുക്കി കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അതിലൊരാളാണ് ഇടക്കാലത്ത് എന്താ പറയുക, നമ്മുടെ നാട്ടിൽ വന്നുപെട്ട അഖില ലോകാടിസ്ഥാനത്തിൽ വന്നുപെട്ട കോവിഡിൻ്റെ ഫലമായി ആ അബ്ദുറഹീമിൻ്റെ ബിസിനസ് ഇല്ലാതായി പൊളിഞ്ഞു, ആകെ കഷ്ടത്തിലായി. എങ്കിലും അദ്ദേഹം കുടുംബത്തിന് കൃത്യമായ ഒരു സംഖ്യ മാസത്തിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സെമി എന്ന് പറയുന്ന സ്ത്രീയുടെ ചികിത്സക്കും ഈ രണ്ടും മക്കളുടെ ജീവിതത്തിനും അത് ഏറെയാണ്. പിന്നെ എങ്ങനെയാണ് ഈ ചെറുക്കൻ ഇങ്ങനെ ആയത്? ആരും ഈ പെണ്ണിനെ കാണാതായത്? എങ്ങനെയാണ് ഈ ചെറുക്കൻ ഈ കോലത്തിലായത്? ഈ ഉമ്മ എന്ന നിലക്കുള്ള പങ്കാളിത്തം എടുത്തു പറയേണ്ടതുണ്ട്. എന്താ വെറുതെ അങ്ങോട്ട് പറയല്ല, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുക. ഞാൻ അവനെ നോക്കണം, അവൻ മദ്യപിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ യൂട്യൂബർ. ആ ഇടയ്ക്ക് എന്തോ ഒന്ന് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരു പ്രാവശ്യം അല്ലേ എന്ന് യൂട്യൂബർ വിളിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ പിന്നീട് ചോദിക്കുന്നുണ്ട്, പല പല ചോദ്യങ്ങളുണ്ട്. അതിൽ പ്രസക്തമായ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞത് തന്നെ. കാരണം എന്താ, അങ്ങനെ മദ്യം കടിച്ചിട്ട് 10-20 വയസ്സുകാരനായ ഒരു ചെറുക്കൻ, ആ പിതാവ് വിദേശത്തായിരിക്കുന്ന ആ കുടുംബത്തിൻ്റെ നായകനായി കടന്നു വരേണ്ട ആ ചെറുക്കൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മദ്യപിച്ചിട്ട് അല്ലെങ്കിൽ എന്നും മദ്യപിച്ചിട്ട് അത് അറിയാത്തതുപോലെയുള്ള നാടകം കളിക്കുകയാണ് ഈ അഫാൻ്റെ ഉമ്മ ചെയ്യുന്നത്. അതാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ടാണ് ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് ഈ കുട്ടികൾ എല്ലാവിധ സൽസ്വഭാവങ്ങളും വിവരങ്ങളും ഒക്കെ പഠിച്ചു വളരേണ്ടത്. അതിന് പകരമായിട്ട് ഈ ഉമ്മ ഈ പിള്ളേർക്ക്, എല്ലാ പിള്ളേർക്കും, ലോകത്തുള്ള എല്ലാ ഉമ്മമാരും ഇത് കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. എല്ലാ ഉമ്മമാർക്കും കുടുംബത്തിനും ഇതൊരു പാഠമാണ്. തീരാ കണ്ണീര് സമ്മാനിച്ചത് ഈ ഉമ്മയുടെ പ്രവൃത്തി കൊണ്ടാണ്. കാരണം ആദ്യമൊക്കെ ഈ സ്ത്രീക്ക് ഇത് പരസ്യപ്പെടുത്താമായിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ കുടുംബമുണ്ട്, ചെറിയ കുടുംബമൊന്നുമല്ല, കുടുംബത്തിൽ എല്ലാവരുമുണ്ട്, ബ്രദേഴ്സുണ്ട്, മറ്റുള്ളവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഇത് ബോധ്യപ്പെടുത്താമായിരുന്നു. പക്ഷേ അവരൊന്നും തന്നെ ഈ കുടുംബവുമായിട്ട് നല്ല ബന്ധത്തിലല്ല എന്നാണ് അറിയുന്നത്. എന്താ കാരണം? വഴിവിട്ട ഒരു ജീവിതമാണ് ഈ സെമി എന്ന് പറയുന്ന സ്ത്രീ. അഥവാ ധനസമ്പാദന നടത്തുന്ന ആ സാധുവിൻ്റെ ഈ ധനം ചെലവ് ചെയ്യുന്ന ഈ സ്ത്രീ അതിൽ ഒരു പരിമിതിയും പാലിച്ചിട്ടില്ല. അപ്പോൾ ഇഷ്ടം പോലെ പണം ഈ അഫാൻ എന്ന ചെറുക്കനും കിട്ടുന്നുണ്ട്. മദ്യപിക്കുന്നവർക്കറിയാം എത്രമാത്രം പണം വേണം ഇപ്പോൾ മദ്യപിക്കാനെന്ന്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ഉമ്മ ചോദിക്കുന്നതൊക്കെ കൊടുക്കാൻ തുടങ്ങി, എല്ലാം കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ ഏതോ ഒരു ഘട്ടത്തിൽ ചോദിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? കൊടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടാകും. ഇപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ഒരു വർഷത്തിൽ പോലും ഇപ്പോൾ 2 വർഷമായി ഒരു ജോഡി ഉടുപ്പ് പോലും എടുത്തിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എത്രത്തോളം സത്യമെന്ന് സർവശക്തനായ അള്ളാഹു ആരം. പക്ഷേ ഞാൻ ഒരു വാക്കാണ് പറയുന്നത്. എൻ്റെ ഈ മകൻ്റെ 10-22 വയസ്സായ ഈ മകൻ്റെ നഖം വെട്ടിക്കൊടുക്കുന്നതും ചോറ് വാരി കൊടുക്കുന്നത് പോലും ഞാനാണ് എന്ന് പറയുമാറ് ഒരു മാതാവ് മക്കളോട് ഇത്ര ഈ രീതിയിൽ ചെയ്താൽ സ്നേഹമാണ്, സമ്മതിച്ചു, അത് ചെയ്യേണ്ടതുമാണ്. ഒരു കണക്കിൽ പറഞ്ഞാൽ പെട്ടെന്ന് നഖം വെട്ടിക്കൊടുക്കേണ്ട ഒരു ഗതികേട് പോലും യഥാർത്ഥത്തിൽ ആ ഉമ്മ ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. സ്വന്തം ശരീരത്തിൽ 10-20 വയസ്സായ ഒരു ചെറുക്കൻ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന നഖം വെട്ടൽ, മുടിവെട്ടൽ, അവൻ്റെ പല്ല് തേക്കലൊക്കെ അവൻ തന്നെ നിർവഹിക്കേണ്ടതാണ്. ഇത്തരത്തിൽ നോക്കണം, ഇത്തരത്തിൽ ഇവനെ ഈ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നിട്ട് 4-5 നഖം വെട്ടാൻ പോലും അവന് പേടിയോ അറപ്പോ വെറുപ്പോ ആണ്. എന്നിട്ട് അവൻ യാതൊരു കയ്യറപ്പും തീരാതെ 4-5 ശരിയാക്കിയപ്പോൾ അവൻ്റെ ആ വെറുപ്പും അറപ്പും ഭയവും ഒക്കെ എവിടെയായിരുന്നു? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മാതാവ് തന്നെയാണ് ഈ ചെറുക്കനെ ഈ കോലത്തിലാക്കിയത്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായും, ഇതിൽ ഞാൻ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് ഇതാ കാണിക്കുന്നു, നിങ്ങൾ നോക്കൂ ആ സ്ത്രീ പറയുന്നത്. ഇപ്പം കണ്ടില്ലേ നിങ്ങൾ? ഇതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കുടുംബങ്ങളിലുള്ള മക്കളൊക്കെ ഈ കോലത്തിലാകുന്നത്, യാതൊരു സംശയവുമില്ല. ഈ ചെറുക്കന്മാർ, ഈ അഫാൻ പോലും ഈ കോലത്തിലായത് നമ്മുടെ മതത്തിൻ്റെ തീവ്ര സ്വഭാവമാണെന്ന് സംഖ്യകൾ പരത്തുന്നുമുണ്ട്. ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതിനൊക്കെ കാരണമായത് ഈ ഉമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വ്ളോഗുകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.